Cinema presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrutaveni KSFE, Bima Jewels, Pankaja Kasturi Ortho Herb and Kerala Bag. Bag. ഇനി അയൽ നക്ഷത്രങ്ങളാണ്. നമ്മുടെ അടുക്കള കാണാനായിട്ട് അയൽ വീട്ടിലെ നക്ഷത്രങ്ങൾ നമ്മളെ തേടി വരുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഇന്ന് വരുന്ന താരങ്ങൾ ഇന്ന് രണ്ടുപേരുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. നമ്മുടെ ഒരുപാട് പ്രിയങ്കരിയായ കുട്ടിക്കാലം മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയതാണ്. കുഞ്ഞ് ബാലതാരമായിട്ടാണ്, മീൻസ് ബാലഗായികയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയ ആളാണ് രാജലക്ഷ്മി. ഒപ്പം കൂട്ടുകാരൻ അബ്രാം. സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു രാജലക്ഷ്മി ആൻഡ് അബ്രാം. ദൂരദർശനിലൂടെ, ഗാനമേളകളിലൂടെ, നാടകങ്ങളിലൂടെ, സിനിമകളിലൂടെ ഒക്കെ നമുക്ക് ചിരപരിചിതയാണ് നമ്മുടെ രാജലക്ഷ്മിയുടെ വ്യക്തിത്വവും ശബ്ദവും ഒക്കെ. എനിക്ക് ഈ പരിപാടിയിൽ വന്നപ്പോഴേ ഫുഡ് എൻ്റെ മെയിൻ ഒരു സംഭവമാണ്. രാജയുടെ മ്യൂസിക് പോലെ തന്നെ സ്വീറ്റാണ് അവിടെ പാചകവും. ഇനി എന്താ വേണ്ടത്? നല്ല കുക്കാണ്. ആണല്ലേ? അല്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര, എന്നെ കണ്ടാലേ അറിയാലോ, ചേച്ചിക്ക് അറിയായിരിക്കും. ഞാൻ കൊച്ചിലെ തൊട്ട് നന്നായിട്ട് ആഹാരം കഴിക്കും, അത് ആസ്വദിച്ച് കഴിക്കും. അപ്പൊ അത് ഒരു കലയാണെന്നാണ് ഞാൻ. ഞങ്ങളുടെ കൂടെ ഒരു മത്സരാർത്ഥി. അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് അത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ഓണസദ്യയൊക്കെ നമ്മൾ ഒരുമിച്ച് വീട്ടിൽ ഉണ്ടാക്കി. തിരുവിതാംകൂർ ഓണസദ്യ ഡിഫറൻസ് ആണ്. ഞാൻ എറണാകുളത്തു നിന്നാണ്, ഞങ്ങളുടെ സ്റ്റൈല് വേറെ. അപ്പൊ അങ്ങനെ നല്ല ഓണം ഇപ്പോഴാണ് തുടങ്ങിയതല്ലേ? അല്ല 20 വർഷമായി. 20 വർഷമായിട്ട് നല്ല സദ്യ. എറണാകുളം സദ്യയാണ്. അല്ല, തിരുവനന്തപുരം സദ്യ. ഉണ്ടാക്കുന്നത് എറണാകുളം സദ്യ അല്ല, ഞാൻ തിരുവനന്തപുരത്തെ വേണ്ടായിരുന്നു. അങ്ങനെയല്ല, കുറച്ചും കൂടി ഒരു എലോബറേറ്റ് ആയിട്ടുള്ള സാധനം രണ്ടും കൂടെ മിക്സ് ഒക്കെ അല്ലേ ഇപ്പൊ ചെയ്തിട്ട്. ഈ മറ്റേ നാരങ്ങ മാറി മറ്റേ മാങ്ങ കഴിഞ്ഞ് നാരങ്ങ വിളമ്പിയാ പറയും എന്താണ് ഈ ഓർഡർ തെറ്റിച്ചെന്നൊക്കെ പറയാം. ഇവിടുത്തെ ഒരു ഓർഡറുണ്ട്. എറണാകുളത്ത് അങ്ങനെയല്ല. ഏതെവിടെ വിളമ്പാം. ഞങ്ങൾക്ക് അങ്ങനെ അഹങ്കാരമൊന്നും അല്ല, വിളമ്പുന്നതിനും ഉണ്ട് പ്രത്യേകത. അത് നേരത്തെ ഷെഫ് പറഞ്ഞ അല്ല, നമ്മുടെ ഇവിടെ ഷെഫ് പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചു. ആ സദ്യയാണെങ്കിൽ ആ കഴിക്കണം, അതിനൊരു ശാസ്ത്രമുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ കഴിക്കണം. ഏറ്റവും അവസാനം രസവും മോരും എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നില് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എനിക്ക് ഏറ്റവും ഇഷ്ടം സദ്യയാണ്. കേരള സദ്യയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന, അല്ലാതെ കൂടുതൽ ഈ നമ്മളെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. ഈ പ്രോഗ്രാംസും ഇതൊക്കെ ആയിട്ട് മിക്കവാറും പുറത്തായിരിക്കും. ഈ പുറത്ത് പോകുമ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം മാക്സിമം വീട്ടിലുള്ള സമയത്ത് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കും. ഹോട്ടലിൽ നിന്ന് ഒഴിവാക്കും. ഹോട്ടലിൽ തന്നെ നമ്മൾ ചില പ്രത്യേക സ്പോട്ടുകളുണ്ട്, അവിടെ പോയി കഴിക്കുള്ളൂ. രാജലക്ഷ്മി നമ്മൾ ആദ്യം അതാണ് എനിക്ക് ഭയങ്കര. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഞങ്ങൾ പ്രോഗ്രാം പോയി, ഞാനും മനും രാജലക്ഷ്മി. അന്ന് മനോജേട്ടനും ബീന ചേച്ചിയും കല്യാണം കഴിഞ്ഞ പുതുമോടിയാ. ഇവര് ട്രെയിനിലിരുന്ന് ഭയങ്കര സീനൊക്കെ ആയിരുന്നു. കുട്ടികൾ ആരും അധികം ശ്രദ്ധ അങ്ങനെയല്ല, ഞാൻ അത് അത്ര കൂട്ടി പറയട്ടെ. അങ്ങനെയല്ല, അവര് കല്യാണം കഴിഞ്ഞ അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷ കൊടുത്തില്ല. അല്ല, അന്ന് ഞാൻ കുട്ടിയല്ലേ. അതെ. അപ്പൊ അമ്മ നീ അങ്ങോട്ട് ഇരിക്കും. അങ്ങനെയൊന്നും ഇല്ലട്ടാണ്, വെറുതെ ഞാൻ പറയട്ടെ, പക്ഷേ അത് ഞാനിപ്പോ പറയാൻ വന്നെന്താ പറയുക, അന്ന് അമ്മ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ ഞെട്ടിച്ചത് ഈ അടുത്ത കാലത്ത് ഞാൻ ഇൻസ്റ്റ ഒരു ദിവസം ണ്ടിരിക്കുമ്പോ രാജലക്ഷ്മിയും അമ്മയും കൂടെ പാടുന്നു. എന്റെ ദൈവമേ, ആരുടെ പാട്ടാണ്? രണ്ടും സെയിം വോയിസ്. ആ പാട്ട് ഏതായിരുന്നു പറയടാ? എന്റെ ഭയങ്കര ഫേവറേറ്റ് സോങ്. 10 പാട്ടുകൾ പാടി. അമ്മയോട് പ്രത്യേകം പറയൂ ഏട്ടാ, അമ്മയോട് പ്രത്യേകം പറയണം. ഭയങ്കര രസം. ഞാൻ കമന്റ് ഇട്ടിരുന്നു, എനിക്കൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അമ്മയ്ക്ക് ബീന ചേച്ചിയും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ കല്യാണത്തിന് ഉള്ളവരിലാകെ വന്ന ആൾ, അത്രയും നാളത്തെ ബന്ധമുണ്ട്. അത്ര നല്ല ഒരു ഇതില്ല. പിന്നെ കുറെ പിന്നെ സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ കൂടെ പറന്നുപോയി. നമ്മൾ പിന്നെ അധികം കണ്ടിട്ടില്ല അല്ലേ? അതാണ് അതെ, നമുക്കറിയാം നമ്മുടെ ചലച്ചിത്ര ഗാനത്തിൽ ഒരു സംസ്ഥാന അവാർഡ്, പിന്നെ നാടകത്തിൽ 2 സംസ്ഥാന അവാർഡ്. ഇപ്പൊ ഏത് പാട്ടാ പാടാൻ?
ചേച്ചി നേരത്തെ അമ്മയുടെ ഒപ്പം പാടിയ പാട്ട് ഏതായിരുന്നടാ? ഓണപ്പാട്ട് കുറെ പാടിയിരുന്നു. അല്ല ഇത് പഴയ 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 പാട്ട് പാടിയത് ചേച്ചി. അല്ല, യമുനേ നീ ഒഴുകൂ യാമിനി യദുവംശമോഹിനി ധനുമാസപ്പൂവിനു പോകും യാമം ഇതിലേ നീ ഒഴുകൂ. ഒഴുകി വരിക. ഒരേ പിച്ച് ഒരേ. അത് ഞാനും അമ്മയും പാടിയപ്പോ ഇങ്ങനെ ഒരുപോലെ ഇരുന്നു. അതാണ് ഈ ചേച്ചി. അമ്മ പാട്ട് പഠിച്ചത് കാസറ്റും സംഭവങ്ങളൊന്നുമില്ല. അമ്മ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ആ തിയേറ്ററിൽ നിന്ന് പാട്ട് കേട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അത് കേട്ട് എഴുതി. അപ്പൊ ഈ വായ്മൊഴിയായിട്ടാണ് രാജിക്കും കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു രണ്ടുപേരും പാടുന്നത് തമ്മിൽ ഒരു വ്യത്യാസമില്ല. അമ്മ അതിനെക്കാളും അപ്പുറമായിരുന്നു. രാജൻ അച്ഛൻ പാട്ടുകാരനല്ലേ? അമ്മയുടെ ഫാമിലി ഫുള്ള് അമ്മമാര് തബല വായിക്കും. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. അമ്മ നന്നായി പാടും. അമ്മമ്മയുടെ അമ്മയ്ക്ക് കിട്ടിയത്, അമ്മയുടെ രാജിക്ക് കിട്ടിയത്. പക്ഷെ അമ്മയ്ക്ക് പാട്ടുകാരിയോ ഒന്നും ആവാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് എന്നെ പാട്ടുകാരി. അതെല്ലെങ്കിലും പാരന്റ്സ് അങ്ങനെയാണ്, അവരുടെ ഫുൾഫിൽ ആവാത്ത ആഗ്രഹങ്ങളൊക്കെ നമ്മളിലൂടെ. ഇന്ന് നമ്മൾ കാണുന്ന അറിയപ്പെടുന്ന കലാകാരന്മാരും കലാകാരികളും സ്പോർട്സ് താരങ്ങളും ഒക്കെ അതിന്റെ ഒക്കെ പിന്നിൽ അവരുടെ പാരന്റ്സ് തന്നെയാണ്. കാരണം ഉറപ്പായിട്ട് അന്വേഷിച്ചാൽ അവരുടെ ഉള്ളിലെ കലയാണ് നമ്മളിലൂടെ അവരിലേക്ക് ഇപ്പൊ എത്തുന്നത്. പക്ഷേ പാട്ടുകാരി ആയാലും സിനിമാ പാട്ടുകാരി ആയാലേ ഉള്ളൂ, അല്ലെങ്കിൽ പാട്ടുകാരി തന്നെ എസ്റ്റാബ്ലിഷ്ഡ് പാട്ടുകാരി ആയാലേ ഉള്ളൂ. അമ്മ ഇപ്പൊ പാടുന്ന കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സത്യം. പക്ഷെ മോളിലൂടെ അറിയപ്പെടുന്നുണ്ടല്ലോ. ആഗ്രഹമായിരുന്നു, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ കല്യാണം കഴിയുമ്പോഴത്തേനും അമ്മ പറഞ്ഞത് അതാണ്, അവിടെ സംഗീതം നിർത്തരുത്. ഞാൻ പറഞ്ഞ അതാണ് എനിക്കും ആവശ്യം. ഈ സെലിബ്രിറ്റി കിച്ചൺ മാജിക് കാണാറുണ്ട് എപ്പോഴും? ഒരുപാട് ഇതിന്റെ റീൽസ് ഒക്കെ ഒത്തിരി ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ കാണാറുണ്ട്. നാദറ വിഷ്ണു അതിരല്ലേ താരം. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് വളരെ കുട്ടിയായിരുന്ന സമയത്ത് ദൂരദർശനില് സ്ഥിരം പാട്ട് കേൾക്കുന്ന ഞാൻ ഭയങ്കര ഫാനാ. അല്ല, ഞാൻ വളരെ കുട്ടിയായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു പാട്ട് പറയാൻ പറ്റില്ല, പക്ഷെ ഓർത്തല്ലോ. ആളാ മനസ്സിലായല്ലോ. അത് തന്നെ. പിന്നെ നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചേച്ചിയുടെ ഇത് കാണാറുണ്ട്. സന്തോഷം കാണാൻ പറ്റിയ. Milma presents Fira Food Celebrity Kitchen Magic Season 3 powered by അമൃതവേണി KSFE, Bima Jewels, Pankaj Kasturi Ortho Herb and Kerala Bank. ഏതെങ്കിലും മൂവിയിൽ പാടിയിട്ടുണ്ടോടാ? വരാൻ വല്ലതും ഉണ്ടോ? വരാനുണ്ട്. ഇപ്പൊ ഇറങ്ങിയത് തുടരുമാണ്. അതില് കൊണ്ടാട്ടം പാട്ട്. കാണും ലോകം സന്തോഷത്തിൻ കൂട് നീയും ഞാനും ഒന്നാണടാ. ഇന്നീ മണ്ണിൽ ജന്മം ഒന്നേ ഒന്ന് ഓരോ നാളും കൊണ്ടാടടാ. കോപത്തിൻ പന്തങ്ങൾ നീ അൻപാലെ ആറ്റേണം. എല്ലോരെയും ഇന്നെന്നും ഒരേ കണ്ണാലെ കാണേണം. തുടങ്ങണം ഇനി പൂരം, ഇനി അറുമുഖനുടെ കാലം. നട തെരുവിളക്കണ പൊടി പൊടിക്കണ കളഭ കുങ്കുമത്തിവിള മദ്ദളം. ശരവണ മുരുകനുക്ക് ഷൺമുഖ മുരുകനുക്ക് കൊണ്ടാടയാ കൊണ്ടാടയാ കൊണ്ടാട്ടം. ശിവനുടെ തിരുമകന് കാർത്തിക മുരുകനുക്ക് കൊണ്ടാടയാ കൊണ്ടാടയാ കൊണ്ടാട്ടം. രാജലക്ഷ്മി തുടരും. അതിശ ഞാനും ചിപ്പി ചേച്ചിയും ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ ഒരുമിച്ച് എത്ര വർഷമായിട്ട്. അപ്പം അങ്ങനെ ചേച്ചിയായിട്ട് അത്രയും നല്ലൊരു ബന്ധമുണ്ട് ആ ഫാമിലിയായിട്ട്, രഞ്ജിത്തേട്ടനായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ അവരുടെ ഇത്രയും വലിയൊരു സിനിമ വന്നപ്പോൾ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കോള് വരികയായിരുന്നു ജേക്സിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഇങ്ങനെ. അപ്പോൾ ഞാൻ ചേച്ചിയോട് ഒരു അന്ന് രാവിലെ സംസാരിച്ചപ്പോഴും എന്നോട് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ കോള് വന്നു. പിന്നെ ചേച്ചി വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ രാജിക്ക് ഒരു സർപ്രൈസ് തന്നതാന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ആ ഒരു അടുപ്പത്തിൽ നിന്നാണ് ശരിക്കും ആ സിനിമയിലേക്ക് വന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. നല്ല പാട്ടാണ് ശ്രീകുട്ടൻ. ഈ ശ്രീകുട്ടൻ ഞാനാണ് ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോസ്. ചേട്ടൻ്റെ ഓരോ പാട്ടുകളും ഒരു വർഷത്തിൽ 5 പാട്ട് ഹിറ്റ് പാട്ട് ഗാനമേളയ്ക്ക് പാടുന്ന എല്ലാം ചേട്ടൻ്റെ പാട്ടാണ്. ഞാൻ ചെറുതായിരുന്നപ്പോഴേ ശ്രീകുട്ടൻ ഞാനോട് സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ
പാടാൻ ഇപ്പോഴാണ് പറ്റിയത്. എന്നാ പിന്നെ നമ്മുടെ നാടകത്തിൽ സ്റ്റേജ് അവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നാടകത്തിൽ ഒരു സോങ് കൂടി കേൾക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും. അത് എനിക്ക് സിനിമയിലെ അവാർഡ് കിട്ടുന്നതിന് മുന്നെയാണ് 2004 സംഗീത നാടക അക്കാദമിയുടെ അവാർഡ്. അത് ഏത് സമിതിയുടെ നാടകമായിരുന്നു? അത് അങ്കമാലി അഞ്ജലി തിയേറ്റേഴ്സ്. നല്ല നാടകമായിരുന്നു. അതെ, അത് അല്ല പണ്ട് കാലത്ത് ഇപ്പൊ ചക്കരപ്പന്തലിൽ എന്ന് പറഞ്ഞ പാട്ടൊക്കെ നാടക ഗാനമാണ്. എന്തിനു വാശ്രുതിയും അതൊക്കെ. അപ്പം ആ ഒരു സമയത്ത് നാടക ഗാനങ്ങൾ ഭയങ്കര സിനിമാ പാട്ടിനോളം ഹിറ്റായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോ അതൊക്കെ പോയി. പക്ഷെ എനിക്കത് ഞാൻ ഇങ്ങനെ അന്ന് എറണാകുളത്തുള്ള സമയത്ത് ഓരോ പാട്ടുകൾ സ്റ്റുഡിയോയിൽ പോയി പാടി വീട്ടിൽ പോയി നാടകമാണോ എന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല, അറിയില്ല. അപ്പം അങ്ങനെ പാടിപ്പോയൊരു പാട്ടാണ്. പക്ഷെ അവാർഡ് വന്നപ്പോൾ അത് ഭയങ്കര സന്തോഷം. പാടാം. താരാട്ടാണ്. അച്ഛൻ്റെ പെറ്റായിട്ടുള്ളൊരു മോൾക്ക് വേണ്ടിയിട്ടുള്ള. അച്ഛൻ്റെ പൊന്മണി മുത്തുറങ്ങ്, അമ്മതൻ പൊൻകണി മുത്തുറങ്ങ്. അച്ഛൻ്റെ പൊന്മണി മുത്തുറങ്ങ്, അമ്മതൻ പൊൻകണി മുത്തുറങ്ങ്. ചാഞ്ചക്കം പാടാം ഞാനാരോമലേ, മാമുണ്ട് നീയുറങ്ങാരോമലേ. ആലോലം താലോലം ചായുറങ്ങ്, അമ്മതൻ പൊന്നുണ്ണി നീയുറങ്ങ്. ഇങ്ങനെ ആലപ്പി വിവേകാനന്ദൻ. ഒരുപാട് നാടകങ്ങൾക്ക്. പിന്നെ അത് കഴിഞ്ഞ് 2014 തമ്പി സാർ എഴുതി അർജുന മാസ്റ്റർ ഇണം വിട്ട ഒരു പാട്ടിനും ശേഷം ഇപ്പൊ ഈ പറഞ്ഞ ഇത്തരം ഈ ഗാനങ്ങളൊക്കെ ഒരുപക്ഷെ സിനിമയിലോ മറ്റെന്തെങ്കിലും ഒരു മീഡിയയിലാണ് വന്നിരുന്നെങ്കിൽ ഒരുപാട് പാടി പതിഞ്ഞ് വന്നേനെ. അല്ല, അതിന്റെ റെക്കോർഡ് പോലും ഇല്ല. നാടകത്തിന് വേണ്ടി റെക്കോർഡ് ചെയ്ത് ഇപ്പൊ എനിക്ക് അതിന്റെ ഒറിജിനൽ കിട്ടാൻ ഒരു വഴിയില്ല. തീർച്ചയായിട്ടും ആദ്യം പാടിയത് അങ്ങനെയാണ്. ആദ്യത്തെ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് 30 years ബാക്കാണ്. അത് ഞാൻ ഈ അടുത്ത കാലത്ത് ഈ രാജലക്ഷ്മി എന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം രാജിയുടെ പാട്ടൊക്കെ വേറൊരു രാജലക്ഷ്മി. അത് നമ്മുടെ പുഷ്പ 2 അതൊരു രാജലക്ഷ്മി സെന്തിലാണ്. അപ്പൊ എന്റെ പേരടിക്കുമ്പോ സ്പോട്ടിഫൈയിലൊക്കെ എന്റെ പാട്ടുകൾ ഈവൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടും ആ രാജലക്ഷ്മിയുടെ പേരിലാണ് കിടക്കുന്നത്. അപ്പൊ രാജ ആദ്യം പാടിയത് രാഘവ മാസ്റ്റർ വേണ്ടിട്ടാ. മാഗ്നാസോണിന്റെ കൊച്ചായിരുന്നു, കൊച്ചല്ലേ, അത് അയ്യപ്പഭക്തിയാനവാ. നമ്മളിത് സെർച്ച് ചെയ്ത് കിട്ടിയപ്പോഴത്തേക്കാണ് ആ പാട്ട് ഇറങ്ങിയിട്ട് 30 വർഷമായെന്ന് മനസ്സിലാവുന്നത്. അതാ ആ പാട്ട് രണ്ടുപേരും പാടി. അയ്യോടാ പാടുമ്പോഴായാലും ലിപ്പ് പിന്നെ പുള്ളിക്കാരിയേക്കാൾ കൂടുതൽ പുള്ളിക്കാരിയെ കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹമാണ്. എനിക്കാണെങ്കിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ കുറിച്ച് പറയുമ്പോഴേ അതൊരു എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല. ഞാൻ പാട്ട് കേൾക്കാനേ എനിക്ക് അറിയാവൂ. അല്ലെങ്കിൽ ഈ പാട്ട് പാടാൻ നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള കലാപരമായി ഒരുപാട് ഇതുണ്ട്. പക്ഷെ പാടുക എന്ന് പറയുന്നത് ബർത്ത് കിട്ടണം, അതിനൊരു ഡെഡിക്കേഷൻ വേണം. കല്യാണം കഴിഞ്ഞ എത്ര വർഷമായി? 20 വർഷം. 20 വർഷമായി. 20 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. സാധാരണ പാട്ട് കേൾക്കും അല്ലെ, നമുക്കറിയാലോ, നമുക്ക് എല്ലാത്തിനും കൗതുകം കുറച്ചു നേരം മാത്രം നിലനിൽക്കും. ഇഷ്ടമാണ് ഒരുപാട് നാൾ നിലനിൽക്കുന്നത്. അപ്പൊ ഈ കൗതുകവും ഇഷ്ടം കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് ഈ സ്നേഹം, ഈ PC അരവിന്ദൻ മാഷാണ് എഴുതിയത്. രാഘവ മാസ്റ്ററാണ് ഈണം. എനിക്കന്ന് രാഘവ മാസ്റ്ററിന്റെ മഹത്വം അറിയില്ല, ഞാൻ ചെറിയ കുട്ടിയല്ലേ. ഇപ്പൊ ഞാൻ ആലോചിക്കണം, അയ്യോ മാഷ് ഒരു അപ്പൂപ്പൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഈ പാട്ട് കറക്റ്റ്, ഈ പാട്ട് ഒരു അയ്യപ്പ ഭക്തിയനാണ്. അച്ഛനും മോളും കൂടി മലയ്ക്ക് പോവുകയാണ്. അപ്പം അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു എന്ന് മോളോട് പറയുമ്പോൾ മോള് പറയണ അയ്യപ്പൻ ഉണ്ടല്ലോ നമ്മളെ കാത്തുള്ളൂ. അതാണ് അതിന്റെ ഇരുമുടിയെടുത്തു പടിയിറങ്ങി പതിയെ വന്നാരോ, എൻ്റെ ചെവിയിലേവം പറഞ്ഞേ പോയി പേടി തോന്നുന്നു. വ്രതമെടുത്തു വരും തൻ്റെ ശ്രിതജനത്തെ കാത്തിടാനായി ഭൂതനാഥൻ ഇരിക്കുമ്പോൾ ഭീതി എന്തിന്നോ. ഇരുമുടിയെടുത്തു പടിയിറങ്ങി പതിയെ വന്നാരോ,
ചെവിയിലേവം പറഞ്ഞേ പോയി പേടി തോന്നുന്നു. ഇങ്ങനെ ടീച്ചറിന്റെ മാഷിന് ഈ ലിറിക്കൽ ബ്യൂട്ടി മാഷിന്റെ ഭീകരമാണ്. ഞാൻ ഭയങ്കര ആരാധന. ഞാൻ ഇപ്പൊ മാഷിനെ വിളിച്ചു, മാഷിന്റെ ഇല്ല എന്റെ ഡീറ്റെയിൽസ്. പിന്നെ ഞാൻ വേറെ സംഘടിപ്പിച്ച് ബിജുനാരായണൻ ചേട്ടനെ വിളിച്ചിട്ട് ബിജുനാ പാടിക്കണേ. പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ എടുത്ത് അതിന്റെ ക്യാസിന്റെ കവർ അയച്ചു കൊടുത്തു. മനസ്സിലായിണ്ടാവല്ലോ എല്ലാവർക്കും ഏകദേശം എന്തൊക്കെയാണ്. നിങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു? കല്യാണം എറണാകുളത്ത് വെച്ച്. അല്ല അറേഞ്ച് അല്ല അങ്ങനെയല്ല, ഞാൻ ജാസിച്ചേന്റെ കൂടെ പാടാൻ പോവുമായിരുന്നു. ജാസി ഗിഫ്റ്റ് ആ സമയത്ത് ലജ്ജാവതി ഭയങ്കര ഹിറ്റ്. അപ്പൊ ജാസിച്ചേട്ടനും ഏട്ടനും ഒരു കോളേജിൽ അവർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ ജാസിച്ചേട്ടന് ഇങ്ങനെ ഒരു ലജ്ജാവതി ഹിറ്റായി ഭയങ്കര ഒരു ലെവലിലേക്ക് ചെന്നപ്പോ അത് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു പാവം അവൻ വളരെ ഞങ്ങൾ തമ്മിൽ കൊച്ചാളിനെ പോലെ അറിയാം. അപ്പം അവനിങ്ങനെ ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പം ഒന്നല്ല ഒരു ദിവസം ഒരു 100 കോള് വരും. ഇത് എഴുതാനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു. അപ്പം ആൻറ്റി അത് മമ്മി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു അഭിരാമി ഒന്ന്. അപ്പം എല്ലാ കാര്യത്തിനും എന്നെ വിളിക്കും ഇതിന് മുമ്പും. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് അവനെ ഒന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ഒരു ഡയറി, അതെ ഞാൻ ആ ഡയറി ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ആദ്യത്തെ കുറേ നാള് ജാസിച്ചേട്ടന്റെ കൂടെ. അപ്പൊ ഞാൻ ജാസിച്ചേട്ടന്റെ പ്രോഗ്രാമിന് എന്നെ ട്രിവാൻഡ്രത്തുള്ള രാജേഷ് ചേട്ടൻ പരിപാടിക്ക് വിളിച്ചു. ഞാൻ പോകുമ്പോഴാണ് ആദ്യമായിട്ട് കാണണത്. പക്ഷെ അങ്ങനെയൊന്നും ചേച്ചിക്കറിയില്ല. ഞാൻ വളരെ ചെറുപ്പം തൊട്ട് അങ്ങനെ ഒരു ആരോടും അങ്ങനെ അഫെയറിലേക്ക് അങ്ങനെയൊന്നും ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നില്ല എനിക്ക്. ടോട്ടലി അമ്മ ഒറ്റയ്ക്കാണ്, ഞാനും ചേട്ടനും. അപ്പൊ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുമ്പോൾ മറ്റൊരു ഇതിലേക്കൊന്നും ശ്രദ്ധ പോയിട്ടില്ല. അപ്പൊ പക്ഷേ ഇത് ഇങ്ങനെ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഭയങ്കര മിടുക്കനാണെന്ന് നമുക്കറിയാം. അന്ന് നമ്മൾ കാണല്ലോ, കാരണം ലജ്ജാവതി പാടുമ്പോ അടിയാണ് അവിടെ. അപ്പൊ ചേട്ടൻ അവിടെ പോയിട്ട് ഇങ്ങനെ തൂക്കിയൊക്കെ ആൾക്കാരെ ഇറക്കണം സ്റ്റേജിൽ നിന്നൊക്കെ. ഭയങ്കര ഇവര് സ്റ്റേജിലോട്ട് വന്ന് അപ്പോഴത്തെ പോലെ വിളിച്ചു കയറ്റൊക്കെ അല്ല, പാടി അങ്ങ് കേറാണ്. ഇപ്പൊ ജാസ്തിയൊക്കെ ചെയ്യും. അപ്പൊ ഒരു ബോഡി ഗാർഡ് പോലെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണതാ, അങ്ങനെ നമുക്കറിയാം. പക്ഷെ രാജേഷ് ചേട്ടന്റെ ഫാമിലിയാണ്, രാജേഷ് ചേട്ടനാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ പോലെ എന്റെ അമ്മയുടെ അടുത്ത്. അതിലും കൈരളിക്കൊരു സ്ഥാനമുണ്ട്. അതായത് സിംഫണി എന്ന് പറഞ്ഞ പ്രോഗ്രാം, അതിന്റെ റെക്കോർഡിങ്ങിന് ഷൂട്ടിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് ശരിക്കും ഞങ്ങളൊരു പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ രാജേഷന്റെ വീട്ടിൽ പോയി രാജിയെ കാണാൻ പോണം. അജയല്ല അമ്മയുടെ അടുത്ത് വർത്താൻ പറയാൻ പോകുന്നത്. അന്നാണ്, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഈ പ്രപ്പോസല്. അതിന്റെ ഒരു കോൺഫിഡൻസ് ശ്രീകൃഷ്ണകുമാർ സാറാണ് അത്. അപ്പൊ അന്ന് ഞാൻ സീമന്തരേഖയിൽ എന്നുള്ള പാട്ട് പാടുന്നു. അപ്പൊ സാർ എന്നോട് ചോദിച്ചു ഈ സീമന്തരേഖ എന്താണെന്നറിയോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇതല്ലേ എന്ന് ചോദിച്ചു. സീമന്തരേഖയിൽ ചന്ദനം ചാർത്താൻ ആരെങ്കിലും എത്തിയോ ഒരാൾ? അപ്പൊ ഞാൻ പറഞ്ഞു ഇതുവരെ ഇല്ല, ഇനിയിപ്പൊ ഇത് കഴിഞ്ഞിട്ടുണ്ടാവും പറഞ്ഞു. പക്ഷെ കറക്റ്റ് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അതിന്റെ ടെലികാസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും കല്യാണം ഫിക്സ് ആയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീദിനി, സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീദിനി, മാനസദേവന്റെ ചുംബനപ്പൂക്കളോ സ്മരവതി നിന്റെ ചൊടിയിണയിൽ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീദിനി. തമ്പിസാറിന്റെ ലിറിക്സും അർജുന മാസിന്റെ കോമ്പോസിഷനും വാണിയമ്മേരെ Milma presents Fira Food Celebrity Kitchen Magic Season 3 powered by Amrutaveni KSFE, Bima Jewels, Pankaj Kasturi Ortho Herb and Kerala Bank. അപ്പോൾ കുറച്ച്
വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു അറിഞ്ഞു. കല്യാണം തുടങ്ങി ഇവിടം വരെ എത്തിച്ചു. ശ്രീമന്തരേഖയിൽ ചന്ദനം ചാർത്തി വിട്ട് ഇവിടം വരെ ഇപ്പോഴും അതാണ് ഞാൻ ചോദിച്ചത്, എത്ര വർഷമായി? സാധാരണ ഈ പറഞ്ഞ പോലെ കുറേ നാളുകളും കൗതുകം നമുക്ക് നഷ്ടപ്പെടും, പക്ഷെ ഇപ്പോഴും കൗതുകം ഇങ്ങനെ കെടാതെ സൂക്ഷിക്കുന്ന ഒരു മനസ്സ് അങ്ങേക്കുള്ളതും അതൊരു കലാകാരനിൽ എപ്പോഴും ഒരു കലാകാരിക്ക് ആവശ്യം അതിനാണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് കൂടെ ഉണ്ടാകുന്നതാണ്. കലാകാരനാണെങ്കിലും അങ്ങനെയാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൈഫ് നമ്മുടെ ഒപ്പം ഉണ്ടാകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ രാജലക്ഷ്മി അതിൽ ഭാഗ്യവതിയാണ്. എല്ലാവരും ആശംസകളും തുടർന്നും ഇങ്ങനെ തുടരട്ടെ, ഈ സ്നേഹവും ഈ ഇഷ്ടവും കൗതുകവും ഒക്കെ തുടരട്ടെ. പ്രാർത്ഥനകൾ. ഇനി നമുക്ക് എന്താ കഴിക്കാൻ ഉണ്ടാക്കി തരുന്നത്? അടുക്കളയിലേക്ക് വരുമ്പോ അല്ല, ഞാൻ ആക്ച്വലി നേരത്തെ ഇവിടെ സാലഡൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ടേസ്റ്റ് പക്ഷെ അത് എനിക്ക് തരുമോന്നായിരുന്നു ആദ്യം. ഷെഫ് വളരെ വിശാല ഹൃദയമാണ്. അപ്പൊ എനിക്ക് കിട്ടി ടേസ്റ്റ് ചെയ്യാൻ. ഭയങ്കര ഇഷ്ടം. അല്ല, അടിപൊളിയായിരുന്നു. ഭയങ്കര. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ നല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നല്ലതാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ ഏതാണെന്ന് എനിക്കറിയാം, പക്ഷെ ഒന്ന് രണ്ടെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? ഇത്രയും എനിക്ക് ഗ്രില്ലും പിന്നെ ബേക്കിംഗ് അങ്ങനത്തെ പരിപാടി, നമ്മൾ നാടൻ ഫുഡാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനൊരു പാട്ട് പാടും. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന്റെ ആ റെസിപ്പി, ആ വിഭവം ഈ പാട്ടിലുണ്ട്. ഒരു ഉഗ്രം പാട്ടാട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഓണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടും കൂടിയാണ്. നാടൻ കറിയാണ്. ചെറുശേരി തൻ പ്രിയ എരിശേരിയും ഇടശ്ശേരി തന്നുടെ പുളിശ്ശേരിയും വയലോ പിള്ളിതൻ മാമ്പഴക്കാളനും വിളമ്പി കൊതിപ്പിച്ച മലയാളമേ മനം തുളുമ്പിച്ച ശ്രാവണ തിരുവോണമേ. എരിശ്ശേരി ഞങ്ങൾ പറഞ്ഞു. എന്താ വിഭവത്തിന്റെ പേരെന്താ? എലിശ്ശേരി. പറയും, എരിശ്ശേരി. അപ്പൊ എന്തായാലും നമ്മള് എരിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ്. റെഡി കാത്തിരിക്കുന്നു. മിൽമ presents ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേർഡ് ബൈ അമൃതവേണി KSFE, ബീമ ജ്വൽസ്, പങ്കജ കസ്തൂരി ഓർത്തോ ഹെർബ് ആൻഡ് കേരള ബാങ്ക്. എരിശ്ശേരി ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. അസ്ത്രമാണോ അതോ ഏതാണ്? അസ്ത്രം എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നമ്മുടെ വീട്ടില് സാധാരണ ഉണ്ടാക്കാം. കഴിച്ചു കഴിയുമ്പോ ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു അസ്ത്രം പോലെ അങ്ങനെ കൊള്ളണം, തുളച്ചു കയറണം അല്ലേ? അല്ല, ഇത് പല സ്ഥലത്തും പല പ്രിപ്പറേഷനാണ്, പല പേരുകളാണ്. ശരി, പല എറണാകുളത്തൊക്കെ ഉണ്ടാക്കണ വേറൊരു തരമാണ്. അതുപോലെ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് പച്ച നമ്മുടെ ചെറുപയറാണ്, പക്ഷെ വൻപയർ ഇട്ടിട്ട് ഉണ്ടാക്കും. പിന്നെ ഈ പറഞ്ഞ അസ്ത്രവും മറ്റേ നമ്മുടെ അയ്യപ്പൻ കഞ്ഞിയുടെ കൂടെ ആ പുഴുക്കില് എല്ലാ പയറും കൊറേ കഷ്ണങ്ങളൊക്കെ. ഇതിപ്പോ നമ്മുടെ ഞാൻ എന്റെ വീട്ടില് അത് കേരള സ്റ്റൈൽ പുഴുക്ക്. ഇതിപ്പോ നമുക്ക് പയറാണ് മെയിൻ ഇൻഗ്രീഡിയന്റ്. ചെറുപയർ, പിന്നെ വെജിറ്റബിൾസ് വരുന്നത് മത്തങ്ങ, ഏത്തക്ക, നേന്ത്രക്കായ ഇടുന്നുണ്ട്. മത്തങ്ങ മാത്രം ഇട്ടും വെക്കാം, പക്ഷെ ഞാൻ ഏത്തക്കയും കൂടി ഇടാറുണ്ട്. പിന്നെ കടുക് വറക്കാനുള്ള കടുകുണ്ട്, മുളക്, തേങ്ങ അരയ്ക്കാനുള്ള തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, വെളുത്തുള്ളി, ഉഴുന്നുപരിപ്പ്. ഇതൊക്കെ ഉഴുന്നുപരിപ്പൊക്കെ എന്തിനാന്നുള്ള നമുക്ക് അത് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, കാരണം ഇതിനോട് മാച്ച് ആവണ സാധനമല്ല, പക്ഷെ ഇതൊരു മെയിൻ സാധനമാണ്. കുരുമുളക് പൊടിച്ചതല്ല, മുഴുവനായിട്ടുള്ള കുരുമുളക്, വറ്റൽമുളക്, ഇത്രയൊക്കെ. തുടങ്ങാം, നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം.
അരിഞ്ഞു വെച്ചു. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് പയറാണ്, ചെറുപയർ. അത് നമ്മൾ ഒരു കണക്കിന് അത് എടുത്ത് വേവിച്ച് വെക്കണം. അത് ഇതിന് ആദ്യം നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ വെറുതെ പയറിന് വലിയ വേവില്ല, അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് തിളച്ചിട്ട് സിമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ പയറ് വേവും. പിന്നെ നമ്മളൊക്കെ സമയമില്ലാത്തതുകൊണ്ട് കുക്കറിലിട്ട് ഒരു വിസിലടിച്ച് ഒരു കുറച്ചേരം സിമ്മിലിട്ട നന്നായിട്ട് വേവും. അപ്പോൾ അത് ചെയ്യണം നമ്മൾ ആദ്യം. ഒരു സൈഡില് പയറ് നമ്മള് ഇത് തിളപ്പിക്കാൻ വെച്ചു, ഒരു സൈഡില് മത്തങ്ങയും കായയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് അതും വേകാനായിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ആ സമയം നല്ലൊരു പാട്ട് കേൾക്കാം. തീർച്ചയായിട്ടും ശ്രുതി മധുരമായൊരു പാട്ട്. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ, സ്വരമാം ചിറകിൻ അലസം നിങ്ങളിൻ മനസ്സിൻ്റെ ഉപവനത്തിൽ പറന്നുവാ, ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. ശ്രുതി മനോഹരമായി ഇങ്ങനെ അത് ഈ ശ്രുതി ചേരുമ്പോ ആണ് നമ്മൾ ഭയങ്കരമായിട്ട് അതിൽ ലയിക്കുന്നത്. അത് തന്നെയാണ് ഒരു വിഭവം ഉണ്ടാക്കുമ്പോഴും എല്ലാം കറക്റ്റ് ആയിട്ട് ആ ഒരു ലയത്തിലേക്ക് എത്തിയാലേ നമുക്കത് പയർ അവിടെ ലയിച്ചു കഴിഞ്ഞു. നമ്മുടെ കായയും മത്തങ്ങയും ലയിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം എന്താണ് പരിവം നോക്കാം. ഞാനിത് വെച്ചിട്ടൊന്ന് ഉടയ്ക്കണം. നമ്മുടെ കുഴിയുള്ള തവിയാണെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കും. നല്ല വെന്തിട്ടുണ്ടല്ലേ? ഇതാണ് വേവ്, കറക്റ്റ് വേവാണ്. അപ്പോൾ ഇത് ഇത്ര നന്നായിട്ട് വേവാൻ ഒരു പൊടിക്കൈയുണ്ട്. അതിന് നമ്മൾ ആദ്യമേ ഈ പയർ വർഗ്ഗങ്ങളിൽ ഉപ്പിടരുത്. ഉപ്പിട്ടാൽ അതൊന്ന് ഹാർഡാവും, മനസ്സിലായോ? അപ്പം ഇനി നമുക്ക് ഉപ്പിട്ട് ഒന്ന് കലക്കാം. അപ്പൊ നേരത്തെ ഉപ്പിടാവുന്നതാണ്. സാധാരണ ഉപ്പ് നേരത്തെ ചേർക്കാൻ പാടില്ല. യെസ്. അപ്പൊ ഇത് നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിടാണ്. സവാള പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിട്ട് ഒരു നുള്ളുപ്പിടും. അതെ, പെട്ടെന്ന് വരണ്ട കിട്ടും. ചെറിയ ഉള്ളി സവാള വയ്ക്കുക. ഉപ്പൊക്കെ കൈക്കണക്കാണ്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയായി. ഇനി നമ്മള് കഷ്ണങ്ങൾ നമ്മള് സിമ്പിൾ കറിയാണ് കേട്ടോ. വേണ്ട, ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇതില് നമ്മൾ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളത്തോടെ നമ്മൾ ഇതിലേക്ക് വെള്ളം ആവശ്യമാണ്. ഞാൻ വിചാരിച്ചു വെള്ളം അധികം ആയതുകൊണ്ട് ചിലപ്പോ മാറ്റുമായിരിക്കും. ആ വെള്ളം ഒരു സ്റ്റോക്കും കളയരുത്. എന്നിട്ട് നമുക്കൊന്ന് ഉടയ്ക്കണം. എനിക്ക് മറ്റേ കുഴിയുള്ള തവി ഉണ്ടാവും, എന്നാ എനിക്കത് കുഴിയുള്ള തവി, കുഴിത്തവി എല്ലാ സാധനവും ഇവിടെ ഇങ്ങനെ ഉടയ്ക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുക. ഇവിടെ നമ്മളൊക്കെ ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു അല്ലെ ലളിതമായ ഒരു കറിയാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. കറി പറയും ഞങ്ങൾ ഉടയ്ക്കുന്നതിനെയാണ്, എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഉടച്ച് കറി പറയുന്നത്. ഇതും ഒരു ചൂട് ചോറിൽ ഒരു നാരങ്ങക്കറിയും. അതെ, ശരിക്കും ഉണ്ടല്ലോ നാടൻ ചാള വറുത്ത കൂടെ ഉണ്ടെങ്കിൽ നല്ല നെയ്യുള്ള ചാള. അടുക്കത്തെ നാടൻ ചാള വറുത്തതും മത്തങ്ങന്റെ കറിയും. ഉപ്പുണ്ടാ? കറക്റ്റാണ്. അപ്പൊ ഇത് ആയി. ഇനി നമ്മള് ഇതിന്റെ അരപ്പിലേക്ക് കിടക്കുകയാണ്. മിക്സ് എടുത്തു. ഇത്തിരി ജീരകല്ലേ, ജീരക ഒരു ടേസ്റ്റ്. കുറച്ചും കൂടി ഞാൻ മഞ്ഞൾപ്പൊടി എടുക്കണം. പിന്നെ എനിക്ക് ഒരു ഓറഞ്ച് കളറ് ഇഷ്ടമാണ്, അപ്പൊ അതുകൊണ്ട് ഞാനൊരു കുറച്ച് വെളുത്തുള്ളി ആദ്യം ഒരു ഒറ്റ മുളകിൽ ഒതുക്കിയത്. അതെ അതെ അതെ, ഒന്ന് ജസ്റ്റ് അരച്ചിട്ട് ചതച്ച് വരാനേ പാടുള്ളൂ. സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ നമ്മുടെ എന്താ പറയുക അയൽ നക്ഷത്രം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട രാജലക്ഷ്മിയാണ്. രാജലക്ഷ്മി നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് എരിശ്ശേരി, മത്തങ്ങ എരിശ്ശേരി, മത്തങ്ങ പയറും. ഇനി ഞാൻ സാധകം ചെയ്യട്ടെ. അയപ്പിച്ച് പോയി സാധനം കണ്ട. ഒരടി അടിക്കുന്നതിന് മുമ്പേ ഒരു വെളുത്തുള്ളി എടുക്കും.
ഓ ഇൻസ്ട്രക്ടർ അവിടെ ഉണ്ട്. ഓ എല്ലാത്തിനും സിനിമ കോൺസ്റ്റബിൾ വെജിറ്റബിൾ കേൾക്കൂ. എത്ര അത് ഞാൻ എടുക്കാം കൈ നോക്കുമ്പോ അറിയാം വെളുത്തുള്ളി ആണെന്നുള്ളത്. അതെ ഒറ്റ നോട്ടേ ഉള്ളു. ഇത് ഇതിന്റെ ഒരു ടേസ്റ്റ് മേക്കർ ആണ് കേട്ടോ എലിശ്ശേരിയുടെ കുരുമുളക് കുരുമുളക് മുഴുവൻ കുരുമുളക് പൊടി വേണ്ട. ഉണ്ട് കണ്ടാ. മതി. ഓക്കെ ക്രഷായി ക്രഷ്ഡായി. രസമുണ്ട് കേട്ടോ. കാരണം ഞങ്ങളുടെ വീട്ടിലൊക്കെ നല്ല യെല്ലോ കളറാ, ആ മഞ്ഞപ്പൊടിയാ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നേ. ഒരല്പം കൂടി ഉപ്പ് തൂവിയിട്ടുണ്ട്. ഇതില് തേങ്ങ വറുത്ത് ചേർക്കും. കണ്ട അതിന്റെ ഏറ്റവും ടേസ്റ്റ് മേക്കർ ആണ് അത്. അപ്സര അത് പറഞ്ഞു തിളയ്ക്കാൻ പാടില്ല, ഒന്ന് പതഞ്ഞ് ഒന്ന് പതഞ്ഞ് കയറിയാ മതി അല്ലേ. സൂപ്പർ ആയിരുന്നു. കറക്റ്റ്. ഒരു പാട്ട് രണ്ടുപേരും ചേർന്ന് പാടുവാണെങ്കിൽ കിടക്കുന്ന സമയം കൊണ്ടൊരു പാട്ട് പാടാം. MB ശ്രീനിവാസന് MBSന് ഭയങ്കര ഇഷ്ടമാണ്. ആ. ചന്ദ്രപ്പളുങ്കു മണിമാല മണിമാല ശംഖുമാല ഓ ശംഖുമാല കന്യാകുമാരിയിലെ കല്ലുമാല. കണ്ണഴകി പാടിത്തരോ? കരിനീല കണ്ണഴകി കണ്ണകി കാവേരിക്കരയിലെത്തി കണ്ടെങ്കിലെന്നു കൊതിച്ചു താര കനകച്ചിലമ്പു കിലുങ്ങി. അതിപ്പോ പറയാൻ കാരണം ചുമ്മാ ചുമ്മാ അല്ല, ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോ ഇത് ആയി അതിങ്ങനെ പതഞ്ഞു, അപ്പൊ ഞാൻ ഉടനെ അത് ഓഫ് ചെയ്തു. ഓക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കടുക് കുറക്കാം. പരിപാടി ഞാൻ അണഞ്ഞു ചോദിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധ അതാണ് ഡെഡിക്കേഷൻ. ഇനി എനിക്കൊരു ഈ കറിയുടെ മർമ്മപ്രധാനമായ കാര്യമാണ് കടുക് താളിക്കല്. പഴയ ഒരു നാടകം പഴയ പിന്നെ ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാര നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാര. ഓക്കെ അപ്പോഴേ ഇനി അടുത്ത പൊടിക്കൈ അപ്പോഴത്തേക്കും കടുക് വറുക്കാൻ നേരത്തെ ആദ്യം കൊണ്ടുപോയി കടുക് ഇടരുത്. പിന്നെ മുളകാണ് ആദ്യം ഇടേണ്ടത്. അതെന്താ അതിന്റെ സയൻസ്? അതെന്ന് വെച്ചാൽ കടുക് ഇട്ട് കഴിഞ്ഞാലേ ഇതിപ്പോ മുളക് ഇതിൽ കിടന്ന് അതിന്റെ പാകമായി എണ്ണ ചൂടായി നമുക്ക് മനസ്സിലാവും. അപ്പൊ കടുക് ഇട്ടാൽ മതി. കടുക് നേരത്തെ ഇട്ടാൽ അതിനകത്ത് കിടന്ന് ഒരു ശരിയാവില്ല. കടുക് ഇട്ടുടനെ പൊട്ടണം. അപ്പൊ അതാണ് അതിന്റെ ഒരു ശാസ്ത്രം. പിന്നെ ഈ സാധനം ഭയങ്കര രസാ. ഇത് കൂട്ടാനിൽ വന്നാലേ ഇതിങ്ങനെ ഉടച്ചിട്ട് ആ കറി ഈ സംഗീതം കേൾക്കൂ. അതാണ് എല്ലാത്തിനും സംഗീതം ഉണ്ട്. അത് കണ്ടോ, പക്ഷെ മാറി നിന്ന് കേട്ടാ നന്നായിരിക്കും. കുഴപ്പമില്ല. ഇനിയാണ് നമ്മൾ കടുക് വറുക്കുമ്പോ 2 ഉഴുന്നുപരിപ്പ്. അത് ഭയങ്കര രസം. അത് കടിക്കുമ്പോഴേ ശരിയല്ലേ. ഇത്ര വേണ്ടു, കുറച്ച് വേണ്ടു. ഇത്ര മതി. ഇത്ര വേണ്ട. അപ്സര പറഞ്ഞൊരു 3 ഇട്ടിട്ടുണ്ട്. അതെ എനിക്ക് വേണ്ടി അപ്സരയ്ക്ക് വേണ്ടി. അപ്സര വേറെ ആരും എടുത്ത് കടിച്ചിലായിരുന്നു. മൂന്ന് പരിപ്പ്. ഇതൊരു ഇച്ചിരി വെള്ള കളർന്നാണ്. പയറിന്റെ ഒന്ന് യെല്ലോ അതെ മാറണം, ഡാർക്ക് കാരണം അല്ലേ, ബ്രൗണിഷ് ആവണം. ഇനി തേങ്ങ നമ്മൾ ഇതിൽ വറുത്ത് കടുക് വറുക്കുമ്പോൾ കുറച്ച് തേങ്ങയും കൂടി വറുത്തിടണം. അപ്പോഴാണ് എലിശ്ശേരിയുടെ ഉടച്ചേരിയുടെ ഒക്കെ ഹൈലൈറ്റ്. ദീപാവലിയൊക്കെ ഓർമ്മ വരിക. അത്രയും മതി. ഒരുപാട് തേങ്ങയും എണ്ണയും മസാലയും ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. ജാസി ഗിഫ്റ്റിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്വഭാവം എന്താണ്? ജാസി ചേട്ടനോ? ചളുപടി. അതായത് ഞങ്ങള് ഈ ബോംബെയിലേക്ക് പ്രോഗ്രാം പോയപ്പോഴത്തേക്കും നമ്മുടെ ഞാനും രാജയും
ജാസിയും രാജേഷേട്ടനും അൻസറും നമ്മൾ അഫ്സലിൻ്റെ ചേട്ടൻ അൻസറും. ഓക്കെ. ഇവർ ഈ അൻസറൊക്കെ ഈ പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്കും അത് ഏത് പാട്ട് പാടും, സോങ് ഓർഡർ ലിസ്റ്റൊക്കെയാണ് അവരുടെ പോണത്. ജാസി ഞങ്ങളുടെ കൂടെ പോകുമ്പോൾ തമാശ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ ഈ ബോർഡ് വായിക്കും, അത് ഇന്ന് ചെറു തമാശ പറയും. പുള്ളി ഫുൾ ടൈം മറ്റേ പുള്ളി അറിയാലോ ടെൻഷൻ അടിച്ചു, അഭിരാംജി നിങ്ങൾ ഇത്രയും തമാശ പ്രോഗ്രാമിലല്ലേ പോണേ, അതൊക്കെ അവിടെ ഇല്ലേ ജാസ്തി പറയണ്ട, അതൊക്കെ സ്റ്റേജിൽ ചെന്നിട്ട്. അല്ല അതൊരു വലിയ ക്വാളിറ്റി, ഒരു ലൈറ്റ് എല്ലാം ലൈറ്ററായിട്ട് എടുക്കണേ. പ്രത്യേകിച്ച് നമ്മൾ ടെൻഷൻ അടിച്ച് സ്റ്റേജിൽ കയറിയിട്ട് ഒരു കാര്യമില്ല. പുള്ളി എല്ലാം വളരെ എല്ലാം ഞങ്ങൾ എന്ത് പറയുമ്പോഴും 2 തമാശ പറഞ്ഞിട്ട് അത്രയും പറയുള്ളൂ. അതിന്റെ പാകത്തിലേക്ക് നമ്മൾ എത്തി കേട്ടോ. കണ്ട ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് താളിക്കാൻ പോവാ. ഐശ്വര്യത്തിന്റെ ശബ്ദം പോലെ. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പിന്നെ ഇത് പപ്പടം കാച്ചി വെളിച്ചെണ്ണയാണെങ്കിൽ പൊളിക്കും കേട്ടോ. അതിന്റെ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടും. ഇത്തിരി വിടവ് വേണം. ഓക്കെ, അപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വെച്ചേക്കാം. പൂച്ചയുള്ള വീടാണെങ്കിൽ പാടാനും ചിലപ്പോൾ തട്ടിയിടും. പൂച്ചയുള്ള വീടാണെങ്കിൽ കറക്റ്റ് കറക്റ്റ്. അല്ല ഇത് ശരിക്കും നമുക്ക്, ഞാൻ പൂച്ചയെന്ന് പറഞ്ഞപ്പോഴേ മീനിനെ പറഞ്ഞു, മീൻകറിയും ഈ ഇതൊക്കെ ഭയങ്കര കോമ്പിനേഷൻ. നമ്മൾ കപ്പയും മീൻകറിയും കഴിക്കണം അതേ ഇതിൽ ഇത് കഴിക്കാം. ആ ഇതും ഈ ഉടച്ചു കറി അല്ലെങ്കിൽ എലിശ്ശേരിയും മീൻ കറിയും കൂടി അല്ലേ, നല്ല രസം. അത് ചൂര മീൻ കറി വയ്ക്കണം, എരിശ്ശേരി. ഏകദേശം നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം നമ്മൾ രണ്ടുപേരും കൂടി ചാടി വന്നതേ ഉള്ളൂ. പക്ഷെ ബാക്കി 8 പേരവിടെ കാത്തു നിൽപ്പുണ്ട്. അയലത്തെ വീട്ടിൽ പാചകം ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ചുറ്റുള്ളവർ ഓടി വരും ഇതുപോലെ. കറക്റ്റ് സമയം നമ്മൾ പറഞ്ഞോടെ എത്തി. എന്തായി എരിശ്ശേരി കടുവും പുറത്തു ആണല്ലേ? കണ്ടിട്ട് നല്ല എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാക്കണ പോലത്തെ ആണെന്ന് അറിഞ്ഞൂടാ. നല്ല മണമുണ്ട്, മണമുണ്ട്. നല്ല മണമുണ്ട്. ഉഴുന്ന് പരിപ്പിട്ടോ? ആ അതെ, അതാണ് അതിന്റെ മണം വന്നത്. അതെ, പക്ഷെ ഇതുണ്ട്, മുളകുണ്ട്. അതുണ്ട്. ഈ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ ഹസ്ബൻഡ് കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സപ്പോർട്ടൊക്കെ ഉണ്ടോ? പിന്നെ ഞാൻ പച്ചക്കറി കെട്ടിയാണ് സപ്പോർട്ട് എന്ന് വെച്ചാൽ വേറെ എവിടെ നിന്നും കഴിക്കില്ല, വീട്ടിൽ വന്നേ കഴിക്കും. വീട്ടിലെ ഫുഡ് തന്നെ രാജലക്ഷ്മി ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ കഴിക്കണം. അത് ഞാൻ തന്നെ രാജലക്ഷ്മിക്ക് ഒരു വലിയ ബ്ലെസ്സിംഗ് ആണ്. കാരണം ഈ പാട്ടിനെ സ്നേഹിക്കുന്ന ഒരാൾ എന്നെ പാർട്ട്ണറായിട്ട് വന്നത് ഇതുപോലെ ഇങ്ങനെ ഒരു സപ്പോർട്ട്. ഈ മറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇങ്ങനെ പാട്ട് ഇഷ്ടമില്ലാത്ത ഒരാളുടെ പ്രപ്പോസ് അല്ല വന്നിരുന്നെങ്കിൽ അംഗീകരിക്കുമായിരുന്നോ? ഒരിക്കലും അംഗീകരിക്കില്ല. അത് എന്റെ ജീവിതം സംഗീതമല്ലേ, അപ്പൊ അത്രയും സപ്പോർട്ട് ഇല്ലാതെ അംഗീകരിക്കില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ആലോചന ഉണ്ടല്ലോ, ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് എന്റെ കല്യാണം. കല്യാണം എന്തായിരിക്കും, കല്യാണം കഴിക്കുന്ന ആള് പാട്ട് ഇഷ്ടപ്പെടുന്നത് ആലോചന മുന്നേ എനിക്ക് കല്യാണം കഴിഞ്ഞു. അത് ഇത്രയും പാട്ട് ഇഷ്ടപ്പെട്ട ആളായുണ്ട്. ഡിഗ്രി ഫൈനൽ ഇയർ എക്സാമിന് ഞാനാണ് കൊണ്ടുപോയത്. നിങ്ങൾ രണ്ടുപേരുടെ ജീവിതത്തിൽ ഏറ്റവും കണക്ട് ചെയ്യുന്ന ഒരു സോങ് അങ്ങനെ എന്തെങ്കിലും? നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു, താവക വീതിയിൽ ഇൻമിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ. ബ്യൂട്ടിഫുൾ. ഇനി നമ്മള് മറ്റുള്ളവരുടെ കാലൊച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. അല്ല, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. രാജലക്ഷ്മി വെച്ച ഫുഡുകളിൽ അല്ലെ വെക്കുന്ന ഫുഡുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എപ്പോഴും വെക്കാൻ പറയുന്നത് എന്താണ്? അവിയലാണല്ലേ? കാരണം അവിയലാണ് നമുക്ക് വെക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞാലും അതിന്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ ആയില്ലെങ്കിൽ അവിയൽ ശരിയാവില്ല. അവിയലിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയില്ലേ ശരിയാവില്ല. അവിയൽ ശരിയാവില്ല. നമ്മൾ സദ്യയൊക്കെ പോകുമ്പോ അവിയലാണ് ആദ്യം അല്ലേ, കാണാനും അവിയൽ കണ്ടാൽ മനസ്സിലാവും. അതുപോലെ ആ കഷ്ണമൊക്കെ വെട്ടി അല്ല അത് പറയുമ്പോ എന്റെ മദർ ഇൻ ലോ ആണ് കേട്ടോ എനിക്ക് ഇത്രയും കുക്ക് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയണത്. അമ്മ ഇങ്ങനെ ഉണ്ടാക്കണത് ഞാൻ കൂടെ നിന്ന് കണ്ട് പഠിച്ച് ചെയ്ത്. അപ്പം ശരിക്കും ഞാനിപ്പം എന്തുണ്ടാകുമ്പോഴും അമ്മയെ ആലോചിക്കും. അമ്മയാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. എന്നിട്ട് അമ്മ എന്നെ വിളിക്കും, രാജി അവിയലും വിളിച്ചൊരു തീ വെക്കണേ എപ്പോ.
അതെനിക്ക് തോന്നുന്നു കുക്കിങ്ങിനോട് അത്രയും പാഷൻ ഉള്ളത് കൊണ്ടായിരിക്കും. അല്ല, എനിക്ക് ഹോം മേക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ്. വീട് അടുക്കി പുറക്കി വെക്കുക. ഞാൻ കൊച്ചു കുട്ടിയായിരിക്കുമ്പോഴേ ഇതൊക്കെ വീട്ടിൽ ചെയ്യും. അത് ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു ജോലിയായിട്ടോ അത് തന്നെ. ഇപ്പം പ്രോഗ്രാമുള്ള ദിവസമാണെങ്കിൽ രാവിലെ 10 മണിക്ക് പ്രാക്ടീസ്, ഞാൻ 1 മണിക്കൂർ കൊണ്ട് അന്നത്തെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടേ ഇറങ്ങുള്ളൂ. പൊതുവെ സിംഗേഴ്സ് ഭയങ്കര ചിട്ടയായിട്ടുള്ള ഈ ഓർഗനൈസിങ്ങും ഡിസിപ്ലിനും ഭയങ്കര ചിത്ര ചേച്ചി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് അല്ലാത്തവരും ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തവരെയും നമുക്കറിയാം. പക്ഷെ നമ്മളൊക്കെ വളർന്നു വന്ന ആ ഒരു ഡിസിപ്ലിനാണ് ഭയങ്കര കാര്യമായിട്ട് ആ ചിട്ടയിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പുള്ള ഒരുവിധപ്പെട്ട ആർട്ടിസ്റ്റുകളൊക്കെ കുറച്ച് ചിട്ടയുള്ളവരാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട്. നമ്മളിപ്പോ പ്രോഗ്രാമിന് പോകുന്നെങ്കിലും പ്രത്യേകിച്ച് സ്റ്റേജ് ഷോസ് ചെയ്യുന്നവർക്കാണ് കുറച്ചുകൂടി അടുക്കി ചിട്ടുള്ളത്. നമുക്ക് ഷോസിന് ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഷൂട്ട് പോലെ അല്ല ഷോസ് നമുക്ക്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. നമുക്ക് അങ്ങനെ ആവാൻ പറ്റണില്ലല്ലോ. എന്ന് വെച്ചാൽ വളരെ കൂളാണ് അവർ. നേരെയല്ല മൊബൈൽ ഫോൺ എടുക്കുക, പാട്ട് ലിറിക്സ് എടുത്ത് ഇത് പാടി ഒരു റിഹേഴ്സൽ ചെയ്യാനൊന്നും അതിൻ്റെ ഒരു ഇത് അവർക്ക് അറിയ തന്നെ ഇല്ല. അവരത് നന്നായി ചെയ്യണമുണ്ട്. പക്ഷെ നമ്മൾ ആ പഴയ സ്കൂളായതുകൊണ്ട് അവർക്ക് പ്രശ്നം അവർ നന്നായി പാടുകയും ചെയ്യും. പാടുന്ന പക്ഷേ എക്സിസ്റ്റൻസ് അത് എത്ര നാൾ നിലനിൽക്കുന്നു എന്നുള്ളത് അത് ശരിയാ. പിന്നെ വലിയൊരു കാര്യമാണ്. സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ചില ഫുഡുകൾ ഒഴിവാക്കുന്ന പരിപാടി അതൊക്കെ അതുണ്ട്. ശബ്ദം സൂക്ഷിക്കാനായിട്ട് ഈ എന്താണ് തൈരില്ലേ, പുളിച്ച തൈര്, അത് കഴിക്കാറില്ല. ഐസ്ക്രീം കഴിക്കാറില്ല. അത്ര കൊതി തോന്നിയാ ചിലപ്പോ മേടിച്ചിട്ട് ഈ മറ്റേ പാല് പോലെ ആക്കിയിട്ട് കുടിക്കും. കല്യാണത്തിന് മുമ്പ് ഉള്ള ഓർക്കസ്ട്രക്കാര് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ അവരെല്ലാവരും കളിയാക്കും. ദിലീപേട്ടൻ, ഞാൻ കൊച്ചായിട്ട് കലാഭവനിലൊക്കെ പാടാനൊക്കെ പോകുമ്പോ അവിടെ ഞങ്ങളുടെ ഗാനമേളയും മിമിക്സും ആണ്. അപ്പൊ അതില് ദിലീപേട്ടൻ, മണിച്ചേട്ടൻ, നാഷിക, പിന്നെ സൈനുദ്ദീൻ ചേട്ടൻ, അങ്ങനെ അപ്പൊ ഇവരൊക്കെയുള്ള സമയത്താണ് ഞാനൊരു 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെയാണ് ഞാൻ. അപ്പൊ ഞാൻ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പൊ ഇവരെനിക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഫുഡ് കൊച്ചിനൊരു ബിരിയാണി തരട്ടെ മോളെ അങ്ങനെയൊക്കെ പറഞ്ഞ തീറ്റിക്ക്. വണ്ടിയിൽ 10 പേരുണ്ടെങ്കിൽ 11 ബിരിയാണി പറയും. നന്നായിട്ട് കഴിക്കുമായിരുന്നു. ഞാൻ നല്ല ഗുണ്ടുമണിയായിരുന്നു. അപ്പൊ അവര് എപ്പോഴും ദിലീപേട്ടനൊക്കെ കാണുമ്പോ പറയും ഞങ്ങളുടെയൊക്കെ ഒരു പങ്കുണ്ട് ഈ തടിയിൽ എന്ന് പറയും. ഞാൻ ഒരിക്കലും എന്റെ ശാരിക പാടി കേട്ടിട്ടുണ്ട്. എന്റെ ശാരിക എനിക്കതൊരു 4 വരി കേൾക്കാറില്ല. എന്റെ ശാരികേ പറയാതെ പോകയോ കിനാവിലെ തരരാരരാ പാതിമാഞ്ഞ താരകം. ഒരു കാലച്ചേക്കുന്നില്ലേ? ഒന്നിലധികം കാലച്ചേക്കുന്നില്ലേ? നിങ്ങളുടെ കാലച്ച കേൾക്കാൻ വേണ്ടി ഞാൻ നാഥ നീവരും പാടി. അപ്പൊ അതുകൊണ്ട് നാഥ ചേച്ചി നാഥി നിങ്ങൾ എല്ലാരും വരാൻ വേണ്ടി നമ്മള് നമ്മുടെ എരിശ്ശേരി അവിടെ റെഡിയായ കഴിഞ്ഞൊക്കെ തുടച്ച് റെഡിയാക്കിയാണ്. ഇനി നമ്മള് തേങ്ങ വറുത്തിട്ട് നല്ല സ്മെല്ലല്ലേ? തേങ്ങ വറുത്തിട്ട് അങ്ങനെ ഇതാ എരിശ്ശേരി നമ്മുടെ രാജലക്ഷ്മിയും അബ്രാമോടെ ചേർന്ന് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. എരിശ്ശേരി പോലെ തന്നെ അതിലും ടേസ്റ്റായ കുറെ പാട്ടുകൾ കേൾക്കാൻ പറ്റും ലൈവായിട്ട് അല്ലേ? ശ്രുതിമധുരമായി നമുക്ക് നന്നായി പാട്ടുകൾ പാടി. ഒരുപാട് സന്തോഷം. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഒരു പ്രോഗ്രാമില് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. പ്രത്യേകിച്ച് ഭക്ഷണം എന്ന് പറയുമ്പോ അത് വീക്ക്നെസ് ആണ്, അതൊരു ഐശ്വര്യമാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും ഒരു ഐശ്വര്യമാണ്. ഗംഭീരമായിരുന്നു. ഏറ്റവും ടേസ്റ്റ് ചിക്കൻ സാലഡ് അല്ലേ? ഹെൽത്തി ചിക്കൻ സാലഡ്. ഇഷ്ടപ്പെട്ടു. Magic,
മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3. Powered by Amritaweni, KSFE, Bima Jewelry, Pankaj Kasturi, Ortho Hair and Kerala Bank. അപ്പോൾ ഇന്നിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജലക്ഷ്മിയുടെ ഈ പറഞ്ഞ വിഭവങ്ങൾ തയ്യാറാക്കി തന്നു, ഒരു എരിശ്ശേരി തന്നു. ഇനി നിന്നാൽ ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാൻ തയ്യാറാണ്. പക്ഷെ നമുക്കൊരു പാട്ട് കേൾക്കണം. നമുക്ക് എല്ലാരും കൂടി പാടണേ. അടിച്ചുപൊളി പാട്ട്. അത്ര അടിച്ചുപൊളി എന്നാലും നല്ല രസം. ബാക്കി നമ്മൾ ഏറ്റു. ഒന്നാനം കുന്നിന്മേൽ കൂടുകൊട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തു കാട്ടരുവിയോരത്തു ആരാരോ സ്വപ്നം കണ്ടൊരു കളിവീടുണ്ടാക്കി. ലാ 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 ലാ. La 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 la. La 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 la. La 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 la. Crockery partner Minolta, easy and healthy cooking. അനീഷ് രവീസ് കോസ്റ്റ്യൂം സ്പോൺസേഡ് ബൈ സ്വയംവര സിൽക്സ്. കേരളത്തിലുടനീളം